യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നവംബർ 25 ക്ലീൻ വർക്കല പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷമാണ്. ഒത്തിരി ഏജൻസികൾ വർക്കല ക്ലീൻ പരിപാടിയുമായി ഇതിനു മുമ്പും പല പരിപാടികൾക്ക് രൂപം നൽകി. ഇന്റർനാഷണൽ യൂത്ത് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ സംഘടന, അതിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും ദിവസങ്ങളായി ഈ ക്ലീനിങ് പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബീച്ച് നൂറുകണക്കിന് ടൂറിസ്റ്റുകളും സഞ്ചാരികളും വന്നു പോകുന്ന സ്ഥലമാണ്. അത് ഏറ്റവും ശുദ്ധമായി പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ടൂറിസത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. അത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. നമ്മുടെ കടലും തീരവും അതുപോലെ തന്നെ നമ്മുടെ പൊതുപ്രദേശങ്ങളുമൊക്കെ ശുദ്ധമായി സൂക്ഷിക്കുകയും അത് പരിരക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ഹാനികരമായി ബാധിക്കുന്ന. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ നവംബർ 25 വർക്കല ക്ലീനിങ് പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ, അവിടുത്തെ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ആ പ്രോഗ്രാമിന് ഞാനും കൂടെ ഉണ്ടാവും. ഞാൻ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ രാജ്യം എൻ്റെ വീടാണ് എന്നുള്ളത് മഹത്തായ സമത്വസുന്ദരമായ ഒരു അഭിമാനം സ്വപ്നമായി എനിക്ക് തോന്നുന്നു. ഈ രാജ്യത്തിന്റെ ഓരോ ഭാഗവും വൃത്തിയാക്കുന്നുള്ള ഓരോ ഭാരതീയന്റെയും കടമയാണ്. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഈസ് കണ്ടക്ടിംഗ് എ ക്ലീൻ വർക്കല പ്രോഗ്രാം in association with various education institutions and other voluntary organizations to make Workala beach, cliff, etc. a clean place. The cleanliness of any society is very important because the personality of a person or is well known through his outward appearances, also his personal instincts, which is represented by or reflected by his cleanliness. The tourists who are coming to here also see garbage, which full of garbage and waste dumped in various public places. They say how the beautiful place of Kerala is kept dirty is best illustrated by Keralites. So this is a small step adopted by the students of University Institute of Management with regard to make the cleanliness awareness program among the minds of public. Thank you.